बकार ले जा लो ये भी मेरे पास कहीं लोग अरे हमारी आज तक मार भाई साहब कोई पैदल जाएगा मैं तो वीडियो मिले बैंड करती मिले थे वो कोई ने हैंड मार लो बैंड एक गाड़ी जब्त करो दे നമസ്കാരം. ബോധം പോകുമ്പോൾ, പ്രത്യേകിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെടുമ്പോൾ ആളുകൾ ചെയ്തു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ പിന്നീട് കാഴ്ചക്കാരിൽ തമാശയായി തോന്നാറുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള പല വീഡിയോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ജയ്പൂരിൽ മദ്യപിച്ച് ബോധം പോയ ഒരു യുവാവ് ചെയ്തു കൂട്ടിയത് കണ്ട് കാഴ്ചക്കാർ അമ്പരന്നു. എന്നാൽ അതിനു പിന്നാലെ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടപ്പോൾ കാഴ്ചക്കാരിൽ അത് ഒരേ സമയം തമാശയും ദേഷ്യവുമാണ് സൃഷ്ടിച്ചത്. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ് സമൂഹ മാധ്യമത്തിൽ ഒരു റീൽ ചെയ്യാൻ യുവാവിന് തോന്നിയത്. പിന്നൊന്നും നോക്കിയില്ല. തന്റെ മഹീന്ദ്ര താർ അയാൾ ഓടിച്ചു കയറ്റിയത് റെയിൽവേ ട്രാക്കിലേക്ക്. എന്നാൽ ഈ സമയത്തായിരുന്നു എതിരെ ഒരു ചരക്ക് തീവണ്ടി എത്തിയത്. ഈ സമയം താറിനെ ട്രാക്കിൽ നിന്ന് പുറത്തെത്തിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. വാഹനം റെയിൽവേ ട്രാക്കിൽ കുടുങ്ങി. റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് പകരം മഹേന്ദ്ര താർ കണ്ട ലോക്കോ പൈലറ്റ് പെട്ടെന്ന് തന്നെ ഗുഡ്സ് ട്രെയിൻ നിർത്തിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. കേറിപ്പോയ ആവേശം തിരിച്ചിറക്കാൻ നഷ്ടപ്പെട്ടതോടെ ആളുകൂടി. പിന്നാലെ പോലീസും. റെയിൽവേ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി. ഒടുവിൽ പോലീസ് നോക്കി നിൽക്കെ യുവാവ് തന്നെ താറിനെ പിന്നിലേക്കെടുത്ത് ട്രാക്കിൽ നിന്നും റോഡിലേക്ക് മാറ്റി. ഏതാണ്ട് 30 മീറ്ററോളം പിന്നിലേക്ക് വാഹനം ഓടിച്ച രീതി കണ്ടാൽ തന്നെ അയാൾ ലഹരിയിലാണെന്ന് വ്യക്തമാകും. അത്രയ്ക്കും അശ്രദ്ധമായും വേഗതയിലും കുറ്റിക്കാടുകൾക്കിടയിലൂടെ വാഹനം റോഡിലെത്തിക്കുന്നതിലൂടെ 3ഓളം പേരെ ഇടിച്ച് പരിക്കേൽപ്പിച്ചെന്നും റിപ്പോർട്ടുണ്ട്. ഇതിന് പിന്നാലെ പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു. വാഹനവും പിടിച്ചെടുത്തു. റെയിൽവേ ട്രാക്കിൽ വെച്ചുള്ള റീൽ ഷൂട്ട് ഇന്ത്യയിൽ ആദ്യമായല്ല. നിരവധി പേർക്ക് ഇതിനകം റെയിൽവേ ട്രാക്കിൽ നിന്നും ഓടുന്ന ട്രെയിനിൽ നിന്നും റീൽസ് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ താർ റൈഡ് തന്നെയാണ് ചർച്ചയാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.